ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ വീണ്ടും ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി, ആദ്യം ശബ്ദത്തിന്റെ ഒരു നേരിയ തകരാറുണ്ടായിരുന്നു. ചില സംശയങ്ങൾ താങ്കൾ ഉന്നയിച്ചതായി തോന്നുന്നു. എന്താണ് ഇപ്പോൾ ഈ കോടതി ഉത്തരവിൽ ഒരു വ്യക്തത വന്നുവോ താങ്കൾക്ക്? അല്ല, സംശയങ്ങളില്ല. അതായത് നമ്മൾ ദ്വാര 2019 നമുക്ക് തരുന്നത് ഷീറ്റ്, അതില് വാക്സും അഴുക്കും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഞാനല്ല പോയി വാങ്ങിക്കുന്നത്, എന്റെ റെപ്രസെന്റേറ്റീവ് ചെയ്ത ഒരാളാണ് പോയി വാങ്ങിക്കുന്നത്. ഹലോ, റെപ്രസെന്റ് ചെയ്ത് എന്റെ ഒരാളാണ് അവിടെ പോയി ഇത് കളക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഞങ്ങൾ ഇത് ഹൈദരാബാദിൽ ഇത് റിപ്പയർ ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെ അത് ചെയ്യാൻ അവരുടെ ടാങ്കിനകത്ത് ഇത് ഇത്ര ചെറിയ മൂക്ക് കൈയുടെ അവിടെയൊക്കെ ചില വളവ് അതെല്ലാം അവരവിടെ ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എക്സ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹീറ്റിംഗ് മെഷീനുള്ള വലിയ സ്ഥലത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് ഗോൾഡ് പ്ലേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് ഞാനത് അവിടെ എന്റെ പ്രസന്റേഷൻ ചെയ്തില്ല, ഞാൻ റെപ്രസെന്റേറ്റീവായിട്ട് എത്തുന്ന ആ സമയത്താണ്. ആ സമയത്തുള്ള തൂക്കം അനുസരിച്ച് ഇപ്പൊ കോടതിയിൽ ഒരു പരാമർശം വന്നിരിക്കുന്നത് ഇത് 44 kg, നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന 14 പീസാണ്. പിന്നെ ദേവസ്വം ബോർഡ് അന്ന് മാസ്റ്ററിൽ എത്ര രേഖപ്പെടുത്തി എന്നുള്ളത് എനിക്കറിയില്ല തൂക്കം. അന്ന് അതിൽ നമ്മളെ കുറിച്ച്, അതായത് അതിന്റെ അവര് ഹാജരാക്കിയ രേഖയുടെ മറ്റു ഡീറ്റെയിലുകൾ എനിക്കറിയില്ല. സ്മാർട്ട് ക്രിയേഷൻസിൽ നമ്മൾ ഈ പറഞ്ഞ കോപ്പറിന്റെ ബാക്കി റിപ്പയർ കഴിഞ്ഞ് എത്തുമ്പോൾ ഉള്ള തൂക്കത്തിന്റെ അന്ന് തിരുവാഭരണം കമ്മീഷൻ മുമ്പിൽ വെച്ചാണ് അത് തൂക്കി ബാക്കി ഗോൾഡ് പ്ലേറ്റിംഗിലേക്ക് പോയിരിക്കുന്നത്. ഈ 42 കിലോ ഉണ്ടായിരുന്ന സ്വർണ്ണം 38 മാറി എന്നുള്ള കോടതിയുടെ സംശയം, അതെങ്ങനെയാ തൂക്കം കുറയുന്നത്? അത് സ്വാഭാവികമായിട്ടും അത് അന്വേഷണം നേരിടേണ്ടതല്ല. സ്വർണ്ണം ഉണ്ടായിരുന്നില്ല, ചെന്നൈയിലേക്ക് കൊണ്ടുപോയതിൽ സ്വർണ്ണമില്ലേ? ഇല്ല, സ്വർണ്ണം ഇല്ലായിരുന്നു. കാര്യം കോപ്പർ ആണ് എന്നുള്ളത് ഇപ്പൊ അതിനകത്ത് എനിക്ക് ലെറ്റർ തന്നെ തന്നിട്ടുണ്ട് ദേവസ്വം ബോർഡ്. കോപ്പർ ഷീറ്റ് എന്ന് പറഞ്ഞ് തന്നെയാണ് ലെറ്റർ തന്നിരിക്കുന്നത്. പിന്നെ ഇപ്പോ കോടതിയുടെ ഒരു പരാമർശം വന്നപ്പോഴാണ് ഞാൻ തന്നെ അറിയുന്നത് അതിൽ ഇങ്ങനെ 99 ഒരു ഗോൾഡ് ഒരു ആരോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ അതിൽ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ സ്വർണത്തിന്റെ ഒരു കളറോ സ്വർണത്തിന്റെ ഒരു ഇതോ ഒന്നുമില്ലായിരുന്നു. ചെമ്പ് പല ഭാഗത്തും ദ്രവിച്ചു തുടങ്ങിയ രീതിയിലായിരുന്നു. അതിലെല്ലാം ലെഡിന്റെ അംശം ഉണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിലാണ് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അതിൽ കമ്പികൾ ഉണ്ടായിരുന്നു, ഈ കമ്പികൾ വെച്ചാണ് കെട്ടിയിരുന്നത്. അപ്പൊ അതില് ആ കമ്പി അടക്കമാണോ അന്ന് അവർ തൂക്കിയത്? അതൊക്കെ എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ദേവസ്വം ബോർഡിന് അന്ന് മാസ്റ്റർ എഴുതിയ ആൾക്കാരാണ് അതിനെക്കുറിച്ച് അറിയാവുന്നത്. ഈ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് കോടതി പരിഗണിക്കുമ്പോൾ അതിൽ പറയുന്നത് അനുമതിയില്ലാതെ കൊണ്ടുപോയി എന്നുള്ളതാണല്ലോ. ഈ ചെമ്പ് സ്വർണം പൂശുന്നതിന് വേണ്ടി ഒരു അനുമതി ഉണ്ടായിരുന്നില്ലേ കൃത്യമായി? 2019 ചോദിക്കുന്നത്? ഇപ്പോഴത്തേതാ? ഇപ്പോഴത്തേക്ക് ദേവസ്വം ബോർഡിന്റെ അനുമതി ഉണ്ടായിരുന്നു, ഞാനല്ല കൊണ്ടുപോയത്. തിരുവാഭരണം കമ്മീഷൻ ഇന്നതുപോലെ ദേവസ്വത്തിലേക്ക് ഒരു ഉത്തരവ് വന്നിട്ടുണ്ടെന്നും അടിയന്തരമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞൊരു ഉത്തരവുണ്ടെന്നും അതിൽ സ്പോൺസർ എന്നുള്ള നിലയിൽ താങ്കൾക്ക് ഏതെല്ലാം കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു കത്ത് തന്നു. ആ കത്തിന് ഞാൻ നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ ഈ സാധനങ്ങൾ ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കുകയാണെങ്കിൽ അതിൽ അധികം വരുന്ന ഗോൾഡിന്റെ പൈസയും തിരിച്ചു വരുമ്പോൾ സന്നിധാനത്ത് ചെയ്യേണ്ട പൂജയുടെ എക്സ്പെൻസും ഞാൻ എന്റെ ഉത്തരവാദിത്തത്തിൽ ചെയ്തു കൊടുക്കാമെന്നും പറഞ്ഞ് ഒരു ലെറ്റർ മറുപടിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് തിരുവാഭരണം കമ്മീഷനും വിജിലൻസ് എസ് പിയുടെ കീഴിലുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥരും ദേവസ്വം ഗാർഡും AEO അങ്ങനെയുള്ള ഗോൾഡ് സ്മിത്ത് ഇവരുടെ എല്ലാം റെപ്രസെന്റേഷനിലാണ് അവർ സാധനം ചെന്നൈയിൽ എത്തിക്കുന്നത്. കോടതിയിൽ ഇങ്ങനെ ഒരു അനുമതി വാങ്ങിക്കണമെന്നുള്ള ഒരു കാര്യം ഭക്തനുള്ളത് എനിക്കറിയില്ലായിരുന്നു. കോടതിയിൽ ഇന്ന മുമ്പ് ഇന്നമാതിരി ഒരു വിധിയുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ശരി, മറ്റൊരു കാര്യം, ഈ ഒരു പ്രത്യേക പീഠം താങ്കൾ സമർപ്പിച്ച കാര്യം കൂടി ഉണ്ടല്ലോ, അതിലൊരു വ്യക്തത നൽകാമോ? അത് 2019 നമ്മൾ ഈ ചെമ്പ് ഈ സാധനങ്ങൾ നമ്മളെ തന്നു, ഇത് ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് കൊണ്ട് കൊടുത്തു. 20ഓടുകൂടി ഇതില് ചില ഭാഗങ്ങളിൽ കളർ വ്യത്യാസം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വം ഉദ്യോഗസ്ഥർ ശ്രദ്ധയിൽപ്പെടുത്തി. അതിൽ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നാൽ ഞങ്ങൾ വീണ്ടും അത് ഒരു 40 വർഷത്തേക്ക് ഒരു ഗ്യാരണ്ടി തന്നിട്ടുണ്ട്. ഈ സാധനങ്ങൾക്ക് എന്തെങ്കിലും ഡാമേജ് വന്നാൽ അവർ തന്നെ ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. പിന്നെ ഈ കമ്പനിയുടെ ഈ മെത്തേഡിലേക്ക് പോകാൻ കാരണം ഇതിൽ നിന്ന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സ്വർണം തിരിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ്. ഏതെങ്കിലും ഒരു സമയം ഈ സാധനം ഡാമേജ് വന്ന് ദേവസ്വത്തിലേക്ക് ഇത് മുതൽക്കൂട്ടാക്കാൻ ആവശ്യം വന്നാൽ ഈ സ്വർണം തിരിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളൊരു ഉറപ്പിന്റെ പുറത്താണ് ഈ മെത്തേഡ് ചെയ്യാനായിട്ട് പോയത്, സ്പോൺസർ എന്നുള്ള നിലയ്ക്ക് അന്ന്. ശരി,
അപ്പോൾ താങ്കൾ ഈ ഇപ്പോൾ കോടതി സംശയം ഉന്നയിക്കുന്ന ഈ ഭാരം കുറവ് അത് എങ്ങനെ സംഭവിച്ചതാണെന്നാണ് താങ്കൾ കരുതുന്നത്? എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. കാര്യം അതിൽ എക്സ്പോസ് ചെയ്യുമ്പോൾ സാധാരണ കോപ്പർ അതിന് തന്നെ ടെക്നിക്കലായിട്ട് കമ്പനിയും കൂടെ പറയേണ്ട ഒരു മറുപടിയാണ്. കാര്യം എക്സ്പോസീവ് ചെയ്യുമ്പോൾ സ്വർണം ചൂടാക്കുമ്പോൾ ഈ കോപ്പർ ചൂടാക്കുമ്പോൾ സ്വർണത്തിന്റെ ചെമ്പിന്റെ വെയിറ്റ് ലെസ് ആവും. അതിനകത്ത് വാക്സും മറ്റു കാര്യങ്ങളും വല്ലതും ഉണ്ടായിരുന്നു. അതിപ്പോ എന്താന്ന് പറഞ്ഞാൽ ഞാൻ കമ്പനിയോടായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പിന്നെ അതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണല്ലോ. സാധനം ഞാൻ ഇവിടുന്ന് എന്റെ റെപ്രസെന്റേറ്റീവ് ഇവിടുന്ന് കളക്ട് ചെയ്തു. ഹൈദരാബാദ് ഒരു നരേഷ് എന്ന് പറഞ്ഞ കോപ്പർ ചെയ്യുന്ന ഒരാളുടെ അടുത്ത് എത്തിച്ചു. അപ്പൊ അയാൾക്ക് അത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ചെറിയ റിപ്പയർ അയാൾ ചെയ്തു. അതിനുശേഷം നേരിട്ട് കമ്പനിയിലേക്ക് തന്നെ എത്തിക്കുകയായിരുന്നു. ആ ബാക്കിയുള്ള കോപ്പർ വർക്കുകളെല്ലാം കമ്പനി തന്നെയാണ് ചെയ്തത്. അതിനുശേഷം ഗോൾഡ് പ്ലേറ്റിംഗ് തുടങ്ങുന്നത് 19/7/2009 ഇത് ഒരു ഉത്തരവ് പ്രകാരം, അതായത് ഈ ചെമ്പ് പാളികൾ ഗോൾഡ് പ്ലേറ്റിംഗിന് വേണ്ടി ഹാൻഡ് ഓവർ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ ദേവസ്വം ബോർഡ് തരുന്നത്. റൈറ്റ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് വിവരങ്ങൾ നമ്മോട് പങ്കുവച്ചത്. വിശ്വ ഹിന്ദു പരിഷത്ത് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ കൂടി ചേരുന്നുണ്ട്. ശ്രീ അനിൽ വിളയിൽ, താങ്കൾ ഈ കോടതിയുടെ ഉത്തരവ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? എന്താണ് താങ്കൾ കരുതുന്നത്? പെട്ടിരുന്നു തീർച്ചയായിട്ടും. വളരെ സങ്കടം തോന്നുന്ന ഒരു വാർത്തയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പറയുകയുണ്ടായി, ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്ത് തുടക്കം കുറിച്ചാലും അതൊക്കെ തന്നെ പ്രയാസത്തിലേക്ക് പോകുന്നു എന്നൊരു ഭക്തൻ എന്ന രീതിയിൽ അദ്ദേഹം വിഷമം പങ്കുവെക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഒക്കെ തന്നെ യാതൊരു വ്യക്തിത്വവുമില്ലാത്ത കളങ്കിത വ്യക്തിത്വങ്ങളായിട്ട് കാലുമാറി വന്നിട്ടുള്ള വ്യക്തികളാണ് നിലവിലെ ദേവസ്വം ബോർഡിന്റെയൊക്കെ ഭരണത്തിലേക്ക് ഇടതുപക്ഷം റിക്രൂട്ട് ചെയ്യുന്നത്. BJP-യിൽ നിന്ന് വന്ന വാസുമാസ്റ്ററേയും കോൺഗ്രസിൽ നിന്ന് ചാടി വന്ന പ്രശാന്തിനെയും പോലുള്ള കളങ്കിത വ്യക്തിത്വങ്ങൾ ദേവസ്വം ബോർഡ് ഭരിക്കുന്നു. അവര് നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ ഇതിനപ്പുറവുമുള്ള കള്ളങ്ങളും മോശമായ പ്രവർത്തികളും ഒക്കെ ശബരിമല മാത്രമല്ല എല്ലാ ക്ഷേത്രങ്ങളിലും നടക്കുന്നുണ്ട് എന്നുള്ളത് ഏതൊരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം വേദന ഉളവാക്കുന്ന ഒരു സംഭവമാണ്. ശബരിമലയിലെ ഇത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇതൊരു വലിയ കോക്കസാണ് ഈ തട്ടിപ്പിന്റെ പിന്നിൽ നമുക്ക് കാണാൻ സാധിക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് അംഗങ്ങളും തിരുവാഭരണം കമ്മീഷണറും ദേവസ്വം ബോർഡിന്റെ എഞ്ചിനീയറും അതുപോലെ തന്നെ ചെന്നൈ ആസ്ഥാനമാക്കിയുള്ള സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനവും ഒക്കെ ചേർന്നിട്ടുള്ള വലിയൊരു വെട്ടിപ്പ് കമ്പനിയുടെ വെട്ടിപ്പിന്റെ ഫലമായിട്ടാണ് ഈ ശബരിമലയില് ഏകദേശം നമുക്കറിയാം 6 കിലോയോളമാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. അവിടുന്ന് അഴിച്ചുകൊണ്ട് പോയ സാധനം, ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സാധനം ചെന്നൈയിൽ എത്തിയത് ഏകദേശം 1.25 മാസം കഴിഞ്ഞാണ്. ഈ കാലഘട്ടത്തിൽ ഇത് ആരുടെയൊക്കെ കയ്യിൽ കൂടി കടന്നുപോയി. അനിൽ വിളയിൽ, ഇപ്പോൾ ആ ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹം വ്യക്തമാക്കുന്നത് സ്വർണം കൊണ്ടുപോയിട്ടില്ല, സ്വർണം എടുത്തിട്ടില്ല, ആ ചെമ്പ് മാത്രമാണ് കൊണ്ടുപോയത്. ആയിക്കൊള്ളട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ, ചെമ്പായിക്കൊള്ളട്ടെ, സ്വർണമായിക്കൊള്ളട്ടെ, വെള്ളി ആയിക്കൊള്ളട്ടെ, ഏതായാലും ഭഗവാൻ സമർപ്പിച്ചിട്ടുള്ളതാണെങ്കിൽ, ഭഗവാൻ എന്ന് പറയുന്നത് നിയമം അനുസരിച്ചൊരു മൈനറാണ്. ആ മൈനറുടെ പ്രോപ്പർട്ടി ഇപ്രകാരം ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോടോ സ്പെഷ്യൽ കമ്മീഷനോടോ അനുവാദം ചോദിച്ചിട്ടില്ല. അതുതന്നെ പ്രത്യേകമായിട്ട് ഇവരുടെ ഗൂഢലക്ഷ്യത്തിനെ പുറത്തു കൊണ്ടുവരുന്നതാണ്. മോഷ്ടിക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ പ്രധാനപ്പെട്ട നയം. അവരെ സംബന്ധിച്ചിടത്തോളം ഭക്തൻ കൊടുക്കുന്ന സാധനങ്ങളിൽ നിന്ന് അടിച്ചു മാറ്റുക, തന്ത്രപൂർവ്വം അടിച്ചു മാറ്റുകയും വ്യക്തിപരമായ ആവശ്യത്തിനും പാർട്ടി ഫണ്ട് ഉണ്ടാക്കാനും വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന അയ്യപ്പ സംഗമവും ഇതേ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. നമ്മൾ ശ്രദ്ധിക്കുക, സർക്കാരിന് എത്രയോ വകുപ്പുകളുണ്ട്. ഈ വകുപ്പുകളെ എല്ലാം ദൈനംദിനമായി